ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ബേബി മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നോക്കാം. സാധാരണ രീതിയിൽ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഒരു 20 ആഴ്ചയാകുമ്പോഴാണ് മദറിന് ബേബിയുടെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റുന്നത്. പക്ഷേ രണ്ടോ മൂന്നോ പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ, അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് മദർ ആണെങ്കിൽ 16 വീക്സ് മുതൽ ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റും. ഈ ഫസ്റ്റ് മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് ഡേറ്റ് ഓഫ് ക്യുക്കനിങ് എന്നാണ് ഈ ബേബി മൂവ്മെൻറ്റ്സിനെ പറയുന്നത്. ഇത് മദറിന് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഇങ്ങനെ ഉള്ളിലൊരു അരിപ്പ് പോലെ തോന്നാം, ചിലപ്പോൾ ഒരു ബട്ടർഫ്ലൈ പറക്കണ പോലത്തെ ഒരു ഫീലിംഗ് വരാം, അല്ലെങ്കിൽ ഒരു വേവ് പോലെയൊക്കെ തോന്നാം. ഇതൊക്കെയാണ് ഇങ്ങനത്തെ പല ടൈപ്പിലാണ് നമുക്ക് ആ ഫീല് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഗ്യാസ് മൂവ്മെൻറ്റ് വരുമ്പോഴും അത് ബേബിയുടെ മൂവ്മെൻ്റ് ആയിട്ട് മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഈ ബേബി ഉള്ളിൽ ഒരു 10 വീക്സ് 12 വീക്സ് മുതലൊക്കെ തന്നെ അനങ്ങി തുടങ്ങും. നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴും അങ്ങനത്തെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. പക്ഷേ ചെറിയ ബേബി ആയതുകൊണ്ട് മദറിന് ആ ബേബിയുടെ മൂവ്മെൻറ്റ് ശരിയായ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു 20 ആഴ്ചയൊക്കെ എത്തേണ്ടി വരും. അപ്പോൾ ഈ ബേബിയുടെ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ഡേറ്റ് മദർക്ക് എപ്പോഴും അതൊരു വളരെ വൈകാരികമായി നല്ല സന്തോഷം നൽകുന്ന ഒരവസ്ഥയാണ്. ആ ഡേറ്റ് ഒന്ന് കുറിച്ച് വെക്കുന്നതും എപ്പോഴും നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും ബേബിയുടെ മൂവ്മെൻറ്റ്സ് മദർ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ട് ഐഡിയലി പറയുകയാണെങ്കിൽ 2 അവറിൽ ഒരു 10 മൂവ്മെൻറ്റ്സ് എങ്കിലും അറിയണം. അപ്പം അത്രയും മൂവ്മെൻറ്റ് നോക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ 2 മൂവ്മെൻ്റ് എങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ദിവസം നോക്കേണ്ടതില്ല. ഒരു 24 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ ബേബിയുടെ മൂവ്മെൻറ്റ്സ് നല്ല കിക്കായിട്ട് തന്നെ മദർക്ക് മനസ്സിലാവാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് വയറിൽ നോക്കിയാലോ അല്ലെങ്കിൽ കൈ വെച്ച് നോക്കിയാലോ ഈ മൂവ്മെൻറ്റ്സ് കിക്സൊക്കെ ഫീൽ ചെയ്യാനും പറ്റും. എല്ലാ ദിവസവും ഈ ബേബി മൂവ്മെൻറ്റ്സ് നോക്കണം. പിന്നെ ചില ആൾക്കാർക്ക് നല്ല വയറിൻ്റെ അബ്ഡോമിനൽ വാളിൽ നല്ല ഫാറ്റൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ, തിക്ക് അബ്ഡോമിനൽ വാളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ മൂവ്മെൻറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അതേപോലെ കുട്ടി കിടക്കുന്ന വെള്ളത്തിൻ്റെ കുറവോ കൂടുതലോ ഉണ്ടെങ്കിലും ബേബിയുടെ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ബേബിക്ക് ചിലപ്പോൾ നെർവസ് സിസ്റ്റം ഡിഫക്ട്സ് അല്ലെങ്കിൽ മസിലിൻ്റെ ഡിഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ ബേബിയുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലഗ്ഗിഷ് കുറവായിരിക്കാം. പിന്നെ എക്സ്ട്രീം കേസിൽ ബേബി മൂവ്മെൻറ്റ്സ് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ അത് ബേബി ഉള്ളിൽ ഡെത്തായതിൻ്റെ ഒരു ലക്ഷണമായിട്ടും കാണാറുണ്ട്. അപ്പം അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്ന ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിയണില്ല എന്നുണ്ടെങ്കിൽ ജാഗ്രത വേണം. ഉടനെ തന്നെ നമ്മളെ കാണിക്കണ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് ആവശ്യമാണ്.